ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, വലിയ പ്രശ്നമാണ് യാത്രക്കാരും ഒപ്പം തന്നെ ആ പരിസരവാസികളും ഒക്കെ അനുഭവിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക? സർക്കാർ ഒരു നടപടി സ്വീകരിക്കുമെന്ന് കരുതാമോ? ഈ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലെ സ്ഥലപരിമിതിയെക്കുറിച്ച് പരാതികൾ തുടങ്ങിയിട്ട് നിരവധി കാലമായി എന്നുള്ളതാണ്. നിലവിൽ KSRTC ബസ്സുകൾ കൂടുതൽ വന്നാൽ അവിടെ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. ഒരു ഇട്ടവട്ടത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു KSRTC ബസ് സ്റ്റാൻഡ് എന്നുള്ളതാണ്. യാത്രക്കാർക്ക് ഇത് വലിയ ദുരിതമാണ് നൽകുന്നത്. മാത്രമല്ല, ഈ ഒരു KSRTC നിൽക്കുന്ന ബിൽഡിങ്ങുകളടക്കം വളരെയധികം പഴയതും ദ്രവിച്ചതുമാണ് എന്നുള്ളൊരു പരാതി കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു യാത്രക്കാർക്ക് മഴ നനയാതെ പോലും ഈ ഒരു ബസ്സിലേക്ക് കയറാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു പരിമിതി ഇപ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് യാത്രക്കാരടക്കം പറയുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രശ്നം ഈ ഒരു ബസ് സ്റ്റാൻഡിന് നടുക്ക് ഒരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട്. ഈ പെട്രോൾ പമ്പ് വന്നതിന് ശേഷം ബസ് സ്റ്റാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിനുവേണ്ടി മാറ്റിയപ്പോൾ വലിയ രീതിയിലുള്ള കൺജസ്റ്റഡായി അല്ലെങ്കിൽ വലിയ രീതിയിൽ സ്ഥല പരിമിതി ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, അവിടെ KSRTCയുടെ വർക്ക്ഷോപ്പ് അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ആക്കി ഈ ഒരു ബസ് സ്റ്റാൻഡ് വിപുലീകരിക്കണമെന്നുള്ളൊരു ആവശ്യം ശക്തമായി മാറുകയാണ്. അതിനുവേണ്ടി പല അഭിഭാഷകരടക്കം ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. MLA അടക്കം പലതവണ ഇത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ പുതിയ ഒരു നവീകരണം ഈ ഒരു ബസ് സ്റ്റാൻഡിന് ആവശ്യമാണ് എന്ന് തന്നെയാണ് യാത്രക്കാരും പ്രദേശവാസികളും പറയുന്നത്. ഹരീഷ് നാരായണനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.